ഓണത്തിന് പൂക്കൾക്കായി പൂർണ്ണമായും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കാലമൊക്കെ മാറിയല്ലേ. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഇപ്പൊ പൂക്കൃഷി സുലഭമാണ്. അങ്ങനെ പൂക്കൃഷിയിൽ ഇത്തവണയും റെക്കോർഡിട്ട സ്ഥലമാണ് തിരുവനന്തപുരത്തെ കാട്ടാക്കട. ഇവിടെ പള്ളിമുറ്റങ്ങളിലും ഒഴിഞ്ഞ പറമ്പുകളിലും അങ്ങനെ എല്ലായിടത്തും പല നിറത്തിലുള്ള ജമന്തിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 4 വർഷമായി കാട്ടാക്കടയിൽ പൂക്കൃഷി നടത്തുന്നുണ്ട്. ഇത്തവണ 6 പഞ്ചായത്തുകളിലായി 104 ഏക്കറിലാണ് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയത്. പദ്ധതിയുടെ ഭാഗമായി കാട്ടാക്കടയിലെ തിരുകുടുംബ ദേവാലയത്തിന്റെ മുറ്റത്തും ജമന്തിപ്പൂക്കൾ നിറഞ്ഞു നിന്നു. ഓരോ ഘട്ടമായിട്ടാണ് പൂക്കൃഷി നടത്തിയത്. ഇവിടെ ഈ കൃഷിക്ക് നേതൃത്വം നൽകിയത് ഇവിടുത്തെ വാർഡ് മെമ്പറും മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിട്ടുള്ള ശ്രീമതി വത്സലകുമാരിയാണ്. ഇവിടുത്തെ ചർച്ച് ഭാരവാഹികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, എല്ലാത്തിനും അപ്പുറം ഇതിന്റെ മേൽനോട്ടക്കാരായി കുട്ടിപ്പട്ടാളവും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഉത്സാഹം പോലെ നടത്തിയതാണ് ഇവിടുത്തെ പൂക്കൃഷി. പൂക്കൃഷിയുടെ പരിപാലനത്തിനും വിളവെടുപ്പിനും അങ്ങനെ എല്ലാത്തിനും മുന്നിൽ കുട്ടിപ്പട്ടാളമായിരുന്നു. ചേട്ടൻ്റെ കൂടെ. വന്നിട്ട് എന്തൊക്കെ ചെയ്യാം? 6 മണിക്ക് വരും, പിന്നെ വെള്ളം ഒഴിക്കും, വളമിടും. പള്ളിയിലുള്ള ഏകദേശം എല്ലാവരും വരും. പള്ളി നേരം കഴിഞ്ഞാണ് ഞങ്ങൾ ഇതേപോലെ വളമിടുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിലും സുലഭമായി പൂക്കൾ വിരിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണിവർ. കൃഷി ഒരുക്കാൻ തയ്യാറെങ്കിൽ പൂക്കൾക്കായി അന്യസംസ്ഥാനത്തേക്ക് ഓടേണ്ട ആവശ്യമേയില്ല. പള്ളിച്ചൽ കൊറണ്ടിവിളയിൽ മാത്രം 8 ഏക്കറോളം വിസ്തൃതിയിലാണ് പൂക്കൃഷിയുള്ളത്. മഞ്ഞയും ഓറഞ്ചും നിറമുള്ള ജമന്തിപ്പൂക്കൾ പൂക്കളങ്ങളെ വർണ്ണാഭമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഇവിടെ നിൽക്കുന്ന ഷിബു തോമസിന്റെ നമ്മളൊരു സംഘാടക സമിതി കൂടി അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പള്ളിയുടെ പരിസരത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളത് കമ്മിറ്റിയിൽ അറിയിക്കുകയും അവിടുത്തെ ആ പള്ളിയുടെ എല്ലാ അംഗങ്ങളും ഇതിനോടൊത്തു ചേർന്ന് ഞങ്ങൾ പുഷ്പകൃഷി ചെയ്യും എന്നറിയിച്ചതിനെ തുടർന്ന് നമ്മളിവിടെ നല്ല രീതിയിലുള്ള അവരെ ആ പള്ളിയുടെ ആൾക്കാരെല്ലാം കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ചേർന്ന് കൊച്ചു മക്കളടക്കം ചേർന്ന് ഇവിടെ നല്ല രീതിയിലുള്ള പുഷ്പകൃഷി നടത്തി ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്തു. പലയിടങ്ങളിലും പൂക്കൃഷി വിളവെടുത്തു കഴിഞ്ഞു. ഓണമെടുക്കും തോറും പൂവിന് ഡിമാൻഡ് കൂടി വരികയാണ്. നല്ല വിളവ് കിട്ടുന്നതാണ് പൂക്കൃഷി ഒരുക്കുന്നവർക്ക് എല്ലാ വർഷവും പ്രോത്സാഹനമാവുന്നത്. 100 മേനി വിളവ് 100 മേനി സന്തോഷം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.